ഹായ്. കളങ്കാവൽ എന്ന സിനിമ 100 കോടി നേടാനുള്ള സാധ്യതയില്ല എന്ന് ഞാൻ പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം 18-ാം തീയതി ബബ്ബബ്ബ എന്ന സിനിമ റിലീസാണ്. ഒരുപാട് തിയേറ്ററുകൾ ആ സിനിമയ്ക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പല സിനിമകളും ഇനി റിലീസിന് വരാനുണ്ട്. അതുകൊണ്ട് തന്നെ ആ സമയം മുതൽ കളങ്കാവൽ എന്ന സിനിമയ്ക്ക് തിയേറ്ററുകൾ കുറയും. അതുപോലെ തന്നെ കളക്ഷനും ഇടിയാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് 100 കോടി നേടാനുള്ള സാധ്യതയില്ല എന്ന് ഞാൻ പറഞ്ഞത്. തീർച്ചയായും അതുവരെയും ഫ്രീ റണ്ണാണ് കളങ്കാവൽ എന്ന സിനിമയ്ക്ക്. പക്ഷേ നമ്മളുടെ പ്രതീക്ഷകളെ തകർത്തുകൊണ്ട് സിനിമ ഇന്ന്, അതായത് 2-ാമത്തെ തിങ്കളാഴ്ച സിനിമ വീണിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ആദ്യ 10 ദിവസം കൊണ്ട് സിനിമ 75 കോടി കളക്ഷൻ നേടി. ബുക്ക് മൈ ഷോ ട്രെൻഡിങ്ങിൽ എപ്പോഴും ഉണ്ടായിരുന്നു സിനിമ. ഓരോ മണിക്കൂറിലും 2000-വും 3000-വും 4000-വും ടിക്കറ്റ് വിറ്റ് സിനിമ ട്രെൻഡിങ്ങിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ അവസ്ഥ വളരെ ദയനീയം എന്ന് തന്നെ പറയേണ്ടി വരും. ബുക്ക് മൈ ഷോ മണിക്കൂർ ടിക്കറ്റ് വിൽപ്പനയിൽ ഈ സിനിമയുടെ ടിക്കറ്റ് വിൽപ്പന കാണിക്കുന്നില്ല എന്നുള്ളതാണ്. അതായത് മണിക്കൂറിൽ 1000 ടിക്കറ്റ് പോലും സിനിമയ്ക്ക് വിറ്റുപോകുന്നില്ല. തീർച്ചയായും ഇന്ന് കളക്ഷൻ കുറയുമെന്ന് നമ്മൾക്കറിയാം. പക്ഷെ ഇമാതിരി കുറയുമെന്ന് നമ്മൾ ഒരിക്കലും ചിന്തിച്ചിട്ട് പോലുമില്ല. അതായത് രാവിലെ മുതൽ ഇതുവരെയും മണിക്കൂറിലെ ടിക്കറ്റ് വിൽപ്പന കാണിച്ചിട്ടില്ല. 24 മണിക്കൂർ ടിക്കറ്റ് വിൽപ്പന രാവിലെ 45,000 ആയിരുന്നു. പക്ഷെ ഇപ്പോൾ നോക്കുമ്പോൾ 24 മണിക്കൂറിൽ 22,000 ടിക്കറ്റുകളാണ് ആകെ വിറ്റിരിക്കുന്നത്. അതായത് ഇന്നലത്തെ ബുക്കിംഗ് ആണ് കൂടുതലും വന്നിരിക്കുന്നത്. ഇന്ന് വളരെ കുറച്ച് ടിക്കറ്റുകൾ മാത്രമാണ് ബുക്ക് മൈ ഷോയിലൂടെ വിറ്റുപോയിരിക്കുന്നത്. 2-ാമത്തെ തിങ്കളാഴ്ച പടം വീണു എന്നുള്ളത് തന്നെയാണ്. അതായത് ബബ്ബബ്ബ എന്ന സിനിമ വരുമ്പോഴായിരിക്കും സിനിമയുടെ കളക്ഷൻ കുറയുക എന്നാണ് വിചാരിച്ചത്. പക്ഷെ അങ്ങനെയല്ല. അതിനു മുൻപേ തന്നെ പടം തിയേറ്ററിൽ കാണാൻ ആളില്ലാതായി പോയി എന്നുള്ളത് തന്നെയാണ്. ബബ്ബബ്ബ എന്ന സിനിമ വന്നില്ലെങ്കിലും ഈ സിനിമ 100 കോടി നേടാനുള്ള സാധ്യതയില്ല എന്നുള്ളത് തന്നെയാണ്. എന്തായാലും മമ്മൂട്ടി എന്ന താരത്തിന് ഇനിയും കാത്തിരിക്കേണ്ടി വരും 100 കോടി എന്ന നേട്ടം സ്വന്തമാക്കാൻ. തീർച്ചയായും പാട്രിയോട്ടിന് മികച്ച അഭിപ്രായം ലഭിച്ചു കഴിഞ്ഞാൽ മമ്മൂട്ടി അഭിനയിച്ച ഒരു സിനിമ 100 കോടി എന്ന നേട്ടത്തിൽ എത്തിച്ചേരും. എന്തായാലും കളങ്കാവൽ എന്ന സിനിമയിലൂടെ അത് സാധിക്കില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞു. അതുപോലെ തന്നെ കേരള ബോക്സ് ഓഫീസിൽ നിന്നും 50 കോടി നേടുക എന്ന സ്വപ്നവും കളങ്കാവലിലൂടെ നടക്കില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞു. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.